Dears, welcome back to RK Learning. So, ഈ വർഷത്തെ SSLC-കാരായിരിക്കും ഏറ്റവും കൂടുതൽ വെല്ലുവിളികൾ നേരിടാൻ പോകുന്നത്. മക്കളത് 2024-2025 വന്നപ്പോൾ ഫുൾ A+കാരുടെ എണ്ണത്തിലുണ്ടായ കുറവ് മാത്രം നോക്കിയാൽ മതി. യെസ്. അപ്പൊ ഈ വർഷം നിങ്ങൾക്കറിയാം ടെക്സ്റ്റ് ബുക്കിന്റെ പാറ്റേൺ മാറിയിട്ടുണ്ട്. പുതിയ ടെക്സ്റ്റ് ബുക്കുകളാണ്, ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. അപ്പൊ അറിഞ്ഞു പഠിക്കേണ്ടതായിട്ടുണ്ട്. അതായത് നിങ്ങൾ ഒരിക്കലും പേടിപ്പിക്കാനല്ല ഞങ്ങൾ വന്നത്, പക്ഷെ പഠിക്കേണ്ട മെത്തേഡുകൾ നിങ്ങൾക്ക് പറഞ്ഞുതരാം. എങ്ങനെ പഠിക്കണമെന്ന് പറഞ്ഞു തന്നാൽ മാത്രമേ നമുക്ക് ഫുൾ A+ലേക്ക് എത്തുള്ളൂ. ഏത് രീതിയിൽ പഠിച്ചാലാണ് ഫുൾ A+ലേക്ക് എത്തുക? അപ്പൊ മക്കളെ, ഇത്തവണത്തെ ലക്ഷ്യം തന്നെ A+ പ്രളയം അവസാനിപ്പിക്കുക എന്നുള്ളതാണ്. ഒരുപാട് വിവാദങ്ങൾ അതിന്റെ പേരിലുണ്ടല്ലോ. അതായത് ഓരോ വർഷം കഴിയുന്നവർ 2-3 വർഷമായിട്ട് നമ്മൾ കാണുന്ന ഒരു സംഭവിച്ച A+കാരുടെ എണ്ണം കുറഞ്ഞു വരികയാണ്. അതായത് വിദ്യാഭ്യാസ വകുപ്പ് എന്ത് ചെയ്യുക, കുറച്ചുകൂടി കട്ടിയാക്കാണ് എക്സാം. യെസ്. അപ്പോ നമ്മൾ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ വർഷത്തെ കെമിസ്ട്രിയുടെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആണ് ഇത്. നോക്കുകയാണെങ്കിൽ CBSE പാറ്റേണിലുള്ള ചോദ്യമാണ് ഈ കാണുന്നത് അല്ലെ. അതായത് അസേഷൻ റീസൺ ടൈപ്പ് അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ ഒക്കെ സാധാരണയായിട്ട് കാണാറ് CBSE-യിലാണ്. യെസ്. അപ്പൊ ആദ്യമായിട്ട് CBSE ലെവൽ ഒരു ക്വസ്റ്റ്യൻ വന്നിരിക്കുകയാണ്. അപ്പൊ ഒരു നോർമൽ വിദ്യാർത്ഥിക്ക് ആദ്യമായിട്ട് കാണുമ്പോൾ ചിലപ്പോൾ ഇത് അറ്റൻഡ് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടുണ്ടാകും. അപ്പൊ മാറിയ പാറ്റേൺ അനുസരിച്ച് നിങ്ങൾ പഠിച്ചില്ല എന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ നിങ്ങൾക്ക് ചിലപ്പോൾ നേരിടാൻ പറ്റിയെന്ന് വരില്ല. ഞാൻ വീണ്ടും പറയാം, കുഞ്ഞുമക്കളോട് പറയാണ്, നിങ്ങളെ പേടിപ്പിക്കല്ലേ, പഠിക്കേണ്ട മെത്തേഡ് നിങ്ങൾക്ക് പറഞ്ഞു തരാണ്. ഇങ്ങനെ പഠിച്ചാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്ക് മുൻപിലെത്താൻ പറ്റുള്ളൂ. അറിഞ്ഞു പഠിക്കണ്ടേ? യെസ്, അതിന് വേണ്ടി ഒരു ട്രെയിൻ. അതേപോലെ ഒരു ചോദ്യമാണ്, വിച്ച് ഇസ് ദ ഒപ്റ്റിമം ടെമ്പറേച്ചർ യൂസ്ഡ് ഇൻ ഹേബർ പ്രോസസ്. ഏതാണ് ടെമ്പറേച്ചർ എന്നുള്ള ഒരു മൈന്യൂട്ട് ആയിട്ടുള്ള ഒരു കാര്യം ചോദിച്ചിരിക്കും. അതായത് നമ്മൾ പഠിക്കുന്ന സമയത്ത് നമ്മൾ സ്കിപ്പ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളില്ലേ, ചിലപ്പോൾ ടെമ്പറേച്ചർ ടെമ്പറേച്ചർ അല്ലെങ്കിൽ ലോ ടെമ്പറേച്ചർ എന്നൊക്കെ ആയിരിക്കും ഓർത്ത് വെക്കുക. പക്ഷെ ആ ടെമ്പറേച്ചർ റേഞ്ച് എത്രയാണെന്നുള്ളത് വരെയാണ് എക്സാമിന് ചോദിച്ചത്. അവരങ്ങനെ എന്ത് ചെയ്യാ, മൈന്യൂട്ട് പോയിന്റ് എടുത്ത് ക്വസ്റ്റ്യൻ ചോദിച്ചു. എൻട്രൻസിന്റെ ക്വസ്റ്റ്യൻ ഒക്കെ ഇങ്ങനെ വരിക, എത്ര ടെമ്പറേച്ചർ ആണ് റിയാക്ഷൻ നടക്കുക എന്നൊക്കെ അല്ലേ, അതൊക്കെ ചോദിച്ചു കളഞ്ഞു. അപ്പൊ നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് നല്ല വൃത്തിയായിട്ട് പഠിക്കുക, മൈന്യൂട്ട് ആയിട്ടുള്ള കാര്യങ്ങൾ വരെ നോട്ട് ചെയ്യുക. നമ്മൾ ചെറിയ നോട്ട്, ഷോർട്ട് നോട്ട്സ് ഒക്കെ നമ്മുടെ ചാനലിൽ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റിയിലൊക്കെ അവൈലബിൾ ആയിരിക്കും. അതൊക്കെ കളക്ട് ചെയ്ത് പഠിക്കുക, മൈന്യൂട്ട് കാര്യങ്ങൾ വരെ നോട്ട് ചെയ്യുക. കൃത്യമായ ക്ലാസ്സുകളും നമ്മുടെ യൂട്യൂബ് ചാനൽ അവൈലബിൾ ആയിരിക്കും. കറക്റ്റ് ആയിട്ട് വാച്ച് ചെയ്താൽ മതി. ഓക്കെ. അപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ കുറെ വർഷങ്ങളിലെ A+കളുടെ എണ്ണം, ഫുൾ A+ നേടിയ കുട്ടികളുടെ എണ്ണമാണ്. അപ്പൊ മക്കളെ, നിങ്ങൾക്കറിയാം ഓരോ വർഷവും ഫുൾ A+കളുടെ എണ്ണം കൂടി മാത്രമാണ് വരുന്നത്. എന്നാൽ 2024 നിന്ന് 2025 എത്തുമെന്നാണ്. 71,000 നിന്നും ഏകദേശം 61,000, 10,000 കുട്ടികൾക്ക് എന്ത് ചെയ്യാം, ഫുൾ A+കാരുടെ എണ്ണത്തിൽ 10,000 കുറവുണ്ടായി അല്ലെ. 10,000. ഈ വർഷവും ഇതേ കുറവ് തന്നെയാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. ഏറ്റവും മികച്ച ആളുകൾക്ക് മാത്രം ഫുൾ A+ നൽകുക. അഞ്ജിത മിസ്, അതിൽ ചെറിയൊരു പ്രശ്നമുള്ളത് വെച്ചാൽ, അത് ഈ വർഷം ഞാൻ വീണ്ടും കുഞ്ഞുമക്കളോട് പറയണ, ഒരിക്കലും പേടിപ്പിക്കല്ലേ. ആ ടെക്സ്റ്റ് ബുക്ക് ഉണ്ടല്ലോ, ടെക്സ്റ്റ് ബുക്ക് എന്ന് പറഞ്ഞാൽ കുറച്ച് ലെവൽ കൂടുതലാ, ഏകദേശം ഒരു +1 ലെവലിലേക്ക് നമുക്ക് ടെക്സ്റ്റ് ബുക്ക് ഒന്ന് അനലൈസ് ചെയ്ത് നോക്കാം. അപ്പൊ നമ്മൾ കെമിസ്ട്രിക്കാരായതുകൊണ്ട് ഏറ്റവും കൂടുതൽ അനലൈസ് ചെയ്യുന്നത് കെമിസ്ട്രി. ഞങ്ങൾ രണ്ടുപേരും കെമിസ്ട്രിക്കാരാണ്, അതുകൊണ്ട് ഞങ്ങൾ അനലൈസ് ചെയ്യുന്നത് കെമിസ്ട്രി ആയിരിക്കും. അപ്പൊ കെമിസ്ട്രി നമ്മൾ നോക്കുകയാണെങ്കിൽ സിലബസ് വാസ്റ്റ് ആക്കിയിട്ടുണ്ട്. അതായത് +1 പല ടോപ്പിക്സും പുതുതായിട്ട് ടെക്സ്റ്റ് ബുക്കിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഏറ്റവും വലിയ മാറ്റം എന്ന് പറയുന്നത് ചാപ്റ്ററിന്റെ ഓർഡർ ആണ്. അതായത് നിങ്ങൾക്ക് ഓർഗാനിക് കെമിസ്ട്രിയിൽ നിന്ന് തന്നെയാണ് തുടങ്ങുന്നത്. ഒരുപക്ഷെ പഠിക്കാൻ ഇഷ്ടപ്പെട്ടാൽ പഠിക്കാൻ എളുപ്പം ഓർഗാനിക് കെമിസ്ട്രി. എനിക്ക് തോന്നുന്നു കുറച്ച് ടഫ് ആയിട്ടുള്ള പോർഷൻ തന്നെയാണ് ഓർഗാനിക്. നിങ്ങൾ 9th എടുത്താലും +1 എടുത്താലും +2 എടുത്താലും അവസാന ചാപ്റ്ററുകളാണ് ഓർഗാനിക്. കാരണം ആ ഒരു ലെവലിലേക്ക് കുട്ടി എത്തിയതിനു ശേഷം മാത്രം ഓർഗാനിക് പഠിപ്പിക്കുക എന്നുള്ളതാണ്. ഒരു 10th ലെവലുള്ള കുട്ടിക്ക് പെട്ടെന്ന് ഗ്രാസ്പ് ആവും. അതാ പ്രശ്നം. ഓർഗാനിക് ടഫ് ആണെന്നല്ല പറയുന്നത്. അതിന്റെ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ, ഈ ഓർഗാനിക് ചാപ്റ്റർ ഫസ്റ്റ് പഠിക്കുന്ന സമയത്ത് കുട്ടി ഡിസ്റ്റർബ്ഡ് ആവാൻ ചാൻസ് ഉണ്ട്. അതായത് നിലവിൽ അവർ 9th തന്നെ. ആ 9th നിന്ന് 10th മാറണമെങ്കിൽ തന്നെ ഒരു 2 മാസം 3 മാസം ടൈം എടുക്കും. അപ്പോഴേക്കും നിങ്ങൾ ആദ്യം പഠിക്കുന്ന ചാപ്റ്റേഴ്സ് തന്നെ ഏതാണ്, ഓർഗാനിക് കെമിസ്ട്രി. ഞാനൊക്കെ പഠിപ്പിക്കുന്ന സമയത്ത് തന്നെ പറയും, ഓർഗാനിക് കെമിസ്ട്രി ഹൈലി വോളറ്റൈൽ എന്ന് പറയും. പെട്ടെന്ന് വേപ്പറായി പോകും. പഠിക്കുന്ന സമയത്ത് പെട്ടെന്ന് മറന്നു പോകാൻ ചാൻസ് ഉള്ള ചാപ്റ്റർ ആണിത് ഓർഗാനിക് കെമിസ്ട്രി. ആ ഒരു ചാപ്റ്ററിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത്, നമ്മളെ ടെക്സ്റ്റ് ബുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് നമ്മൾ ഏറ്റവും രസകരമായിട്ട് നമ്മൾ പഠിപ്പിക്കും. അതേപോലെ നോക്കുകയാണെങ്കിൽ ഇതൊരു നിങ്ങളുടെ 3rd ചാപ്റ്ററിലെ ഒരു ടോപ്പിക് ആണ്, ക്വാണ്ടം നമ്പേഴ്സ് ഒരു ടോപ്പിക്. മക്കളെ, ഇത്രയും നാൾ കഴിഞ്ഞ വർഷം വരെയുള്ള കുട്ടികൾ +1 പഠിച്ച ഒരു ടോപ്പിക് ആണ് ഈ ക്വാണ്ടം നമ്പേഴ്സ്. ആ ടോപ്പിക്ക് ഈ വർഷം ആദ്യമായിട്ട് നമ്മുടെ 2025-26 ബാച്ചിലെ കുട്ടികൾ ആദ്യമായിട്ട് ഈ ടോപ്പിക് SSLC-യിൽ പഠിക്കാം. ഒരുപക്ഷെ +1 കുട്ടികൾ ഏറ്റവും ടഫ് ആണ് എന്ന് പറയുന്ന ഒരു ടോപ്പിക് സ്ട്രക്ചർ ഓഫ് ആറ്റം ചാപ്റ്റർ ഉണ്ട്. +1 രണ്ടാമത്തെ ചാപ്റ്റർ ആണ് സ്ട്രക്ചർ ഓഫ് ആറ്റം. അതിൽ ഏറ്റവും ടഫ് ആയിട്ട് കുട്ടികൾ പറയുന്ന ചാപ്റ്റർ ആണ് ക്വാണ്ടം നമ്പേഴ്സ്. ആ ക്വാണ്ടം നമ്പേഴ്സ് മക്കൾക്ക് സിലബസിലുണ്ട്. പക്ഷെ നമ്മൾ എന്ത് ചെയ്യും, രസകരമായിട്ട് പഠിപ്പിക്കുക. അത് ഞങ്ങൾ പറയുന്നുണ്ട്, അതിനെ
ചാപ്റ്റർ ആണ് സ്ട്രക്ചർ ഓഫ് ആറ്റം. ഇത് നിങ്ങളുടെ SSLCയുടെ ചാപ്റ്റർ ആണ്. അപ്പൊ രണ്ടും ടോപ്പിക്സ് ഒരേപോലെ വന്നിട്ടുള്ളത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതേപോലെ ഇത് നമ്മുടെ +2 ആൽക്കഹോൾ ഫിനോൾ എന്നുള്ള ചാപ്റ്ററിലെയാണ്. എത്തനോളും മെത്തനോളും അവരുടെ ഇൻഡസ്ട്രിയൽ പ്രിപ്പറേഷൻ നിങ്ങൾ SSLCയിലെ പഠിക്കുകയാണ്. അത് കഴിഞ്ഞ വർഷത്തെ കുട്ടികളും പഠിച്ചിട്ടുള്ള കാര്യമാണ്. പക്ഷെ +1ലെയും +2ലെയും ഒക്കെ ഒരുപാട് ടോപ്പിക്സുകൾ ഐസോമെറിസം, മെറ്റാമെറിസം, ഇങ്ങനെ ഒരുപാട് ടോപ്പിക്സ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. കെമിസ്ട്രിയുടെ കാര്യം മാത്രമല്ല, ലാംഗ്വേജുകൾക്ക് പോലും +1 +2 ലെവൽ ടോപ്പിക്സ് ലെവലിലേക്ക് മാറും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഒന്നുമില്ല, നമ്മൾ അതിനനുസരിച്ച് പ്രിപ്പയർ ചെയ്യുക, അത്രേ മാത്രമേ ഉള്ളൂ. നിങ്ങളെ പേടിക്കുക വേണ്ട. നിങ്ങൾ എന്ത് ചെയ്യുക? ഒന്ന് മുൻകൂട്ടി കരുതിയിരിക്കുക, ഒന്ന് അതിനനുസരിച്ച് പഠിക്കുക. ഒരു ദിവസം കൂടുതൽ കുറച്ചും കൂടി സമയം എന്ത് ചെയ്യുക? സിലബസ് വാസ്റ്റ് ആയതോടുകൂടി തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഒരിക്കലും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്, മുൻ വർഷത്തെ ചോദ്യപേപ്പർ മാത്രം വെച്ചുകൊണ്ട് നിങ്ങൾ പഠിക്കരുത്. അതാണ് കഴിഞ്ഞ +1 +2കാർക്ക് പറ്റിയ അബദ്ധവും. അതുകൊണ്ട് പുതിയ പഠന രീതിയാണ്, പുതിയ നോട്ട്സും കാര്യങ്ങളുമാണ്. ടെക്സ്റ്റ് ബുക്കിനെ അടിസ്ഥാനപ്പെടുത്തിയായിരിക്കണം നിങ്ങൾ പഠിക്കേണ്ടത്. അപ്പൊ ടെക്സ്റ്റ് ബുക്കിനെ അടിസ്ഥാനപ്പെടുത്തിയ നോട്ടുകളൊക്കെ ഈ ഒരു വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റിയിൽ നിങ്ങൾക്ക് അവൈലബിൾ. നിങ്ങൾ പേടിക്കേണ്ട, RK ലേണിംഗ് നിങ്ങളെ കൂടെ തന്നെ ഉണ്ടാവും. എല്ലാ ക്ലാസ്സുകളും ഫ്രീ ആയിട്ട്, ടെക്സ്റ്റ് ബുക്ക് ഓറിയന്റഡ് ആയിട്ടുള്ള ക്ലാസ്സുകൾ, അത്രയും ഡെപ്തിൽ ക്ലാസ്സുകൾ ലൈൻ ബൈ ലൈൻ ആയിരിക്കും നിങ്ങൾക്ക് പഠിപ്പിച്ചു തരിക, കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ട്. ഈ വർഷം മുഴുവൻ ഞങ്ങൾ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും മക്കളെ. അപ്പൊ നമ്മുടെ SSLC ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക, മാക്സിമം ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തു. ഓക്കേ, ഞങ്ങൾ ഉണ്ടാവും നിങ്ങളുടെ കൂടെ. ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള ചാനൽ തന്നെയായിരിക്കും ഇത്. ഓക്കേ, യെസ്. അപ്പം ബൈ.